മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ ബബിതയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അല്ല, ഒരാൾ കാരണം എനിക്ക് പണി എളുപ്പമാക്കി തന്നു. കാരണം ഇനിയിപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ച് നാളത്തേക്ക് പണമൊന്നും മുടക്കേണ്ടി വരില്ലല്ലോ. സ്വന്തം കാലിൽ നിൽക്കാൻ താൻ പ്രാപ്തനാണെന്ന് അവൻ തെളിയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഈ അച്ഛനെ ഒന്ന് സഹായിക്കണമെന്ന് നിനക്ക് വല്ല വിചാരവുമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അത് കേട്ടപ്പോൾ ബബിത ഒന്നും മിണ്ടാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. അല്ല, നിനക്കും ഇനി ഇങ്ങനെ വല്ല വഴിയുമാണോ തിരഞ്ഞെടുക്കാൻ പ്ലാനുള്ളത്? ബാലചന്ദ്രന്റെ ആ ഒരു ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ ബബിത ആകങ്ങനെ നാണം കെട്ട് തല താഴ്ത്തി നിൽക്കുമായിരിക്കും. പെട്ടെന്ന് തന്നെ ബബിത പറയുന്നത്, അച്ഛാ, ഞാൻ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞു തരണോ? കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവോ? ഇനിയിപ്പോൾ എവിടെയുള്ളതെല്ലാം ഇട്ടിട്ട് പോകണമെന്ന് മനസ്സിൽ വല്ല ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് നേരത്തെ തന്നെ പറഞ്ഞേക്കണം കേട്ടോ. വെറുതെ ഞാൻ എന്തിനാ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഇവിടെ കിടങ്ങുന്നത് എന്ന് ബാലചന്ദ്രൻ ദേഷ്യത്തോടങ്ങ് ചോദിക്കാണ്. ഈ സംസാരമൊക്കെ കേട്ടു നിന്ന അലീനക്ക് വലിയ സങ്കടമായിരുന്നു. അലീന പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു, അച്ഛാ, അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അച്ഛനോട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ കൂടുതൽ ടെൻഷൻ അടിക്കരുത് എന്ന്, മനസ്സിന് സ്ട്രെസ് കൊടുക്കരുത് എന്നൊക്കെ. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാ അച്ഛാ സന്തോഷിക്കാൻ പറ്റുക? പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് എങ്ങനെയാ സന്തോഷിക്കാൻ പറ്റുക? ഞാനും ഒരു പച്ചയായ മനുഷ്യൻ തന്നെയല്ലേ. എനിക്കിതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ചിന്തിക്കാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരു വീണ്ടും വിചാരമില്ലാതെ എനിക്ക് എങ്ങനെയാ ഇരിക്കാൻ പറ്റുക? അച്ഛനായി പോയില്ലേ, മക്കളുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ പിന്നെ ടെൻഷൻ അടിക്കാതെ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ബാലചന്ദ്രൻ അങ്ങ് തിരിച്ചു ചോദിച്ചു. പിന്നീട് ബബിത ഒന്നും മിണ്ടാതെ അകത്തേക്കങ്ങ് കയറി പോവാൻ തുടങ്ങിയപ്പോൾ ബാലചന്ദ്രൻ വിളിച്ചു പറയുന്നുണ്ട്, പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ബാലചന്ദ്രൻ ബബിതയുടെ കാര്യത്തിൽ നല്ല സംശയമുണ്ടായിരുന്നു. ഇതിനു മുൻപ് ഒരിക്കൽ ബാലചന്ദ്രൻ ബബിതയുടെ ഫോൺ വാങ്ങിച്ചപ്പോൾ അത് ഫുൾ ലോക്കായിരുന്നു. വാട്സപ്പും ഇൻസ്റ്റഗ്രാമും അങ്ങനെ ആരും തന്നെ തുറക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാം അങ്ങ് ലോക്കിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അന്ന് തന്നെ ബാലചന്ദ്രന് ചില സംശയമൊക്കെ ബബിതയുടെ കാര്യത്തിൽ തോന്നിയിരുന്നു. അതുമാത്രമല്ല, അലീനയും സൂചിപ്പിച്ചിരുന്നല്ലോ ബബിതയെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. അവളുടെ പോക്കത്ര ശരിയല്ല എന്ന് അലീനക്കും അറിയാമായിരുന്നു. അവൾക്കൊരു കാമുകനുണ്ട് എന്നും എപ്പോൾ വേണമെങ്കിലും അവൾ ഇറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് എന്നും അലീനക്കറിയാമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ബാലചന്ദ്രനും അറിയാം. മകൻ ഇങ്ങനെയായിപ്പോയി, ഇനിയിപ്പോൾ മകളും കൂടി തോന്നിയാസം കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ നാണക്കേടാവില്ലേ എന്ന ചിന്തയായിരുന്നു ബാലചന്ദ്രന്. അലീന അച്ഛനെ ആശ്വസിപ്പിക്കാൻ നോക്കി. അച്ഛൻ ഇങ്ങനെ ഓരോന്നും ഓർത്തുകൊണ്ട് ടെൻഷൻ അടിക്കാതെ നമുക്ക് നോക്കാമെന്നും പറയും. എങ്ങനെ ടെൻഷൻ അടിക്കാതെ ഇരിക്കും മോളെ? നിനക്കറിയാലോ, ഇപ്പൊ രോഹിത്തിന്റെ കാര്യം ഓർത്തുകൊണ്ട് എനിക്കൊരു സമാധാനമില്ല. അവനിപ്പോൾ കിടക്കുന്നത് കണ്ടില്ലേ? എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എനിക്ക് അവനെക്കുറിച്ച്. ഈ കുടുംബത്തിൽ ഒരേ ഒരു ആൺതരിയാണ് അവന്. അവന് നന്നായി പഠിച്ചൊരു ജോലി വാങ്ങുമെന്നും ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കുമെന്നൊക്കെ ഞാൻ കരുതി. വയസ്സാം കാലത്ത് അവനിൽ നിന്നും ഒരൊറ്റ വെള്ളം കിട്ടുമെന്ന് കരുതിയതാ. പക്ഷേ ഇങ്ങനെയുള്ള വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. സ്വന്തം കാര്യമെങ്കിലും നേരെ ചൊവ്വെ നോക്കിയാൽ മതിയായിരുന്നു അവന്. ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ബാക്കിയുള്ളവരുടെ നാണക്കേടും കുറ്റപ്പെടുത്തുകളും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കേട്ട ഉടനെ തന്നെ അലീന പറയുന്നുണ്ട്, ഇപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുവെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഉപദേശിക്കാൻ മാത്രമേ നമുക്ക് പറ്റുമായിരുന്നുള്ളൂ. അത് എത്രയോ വട്ടം നമ്മൾ ഉപദേശം കൊടുത്തു, എന്നിട്ട് വല്ല കാര്യവുമുണ്ടായോ? അതേ ഉപദേശങ്ങൾ കുറേ അങ്ങ് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ വൈജയന്തി ഇപ്പോഴും പറയുന്നത് നീ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് എന്നാണ്. ഇപ്പോൾ എനിക്കും അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ അലീനക്ക് ആകെ സങ്കടമായി. അലീന ചോദിക്കുന്നുണ്ട്, അതെന്താ അച്ഛൻ കൂറി അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നോ? നീ വന്നതുകൊണ്ടാണ് ഈ വീടിന് ഇത്ര ദോഷങ്ങൾ വന്നത് എന്ന് വൈജയന്തി പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ പറയുന്നുവെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളെ? നീ വന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നത്. നീ വന്നാലും ഇല്ലെങ്കിലും സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കുക തന്നെ ചെയ്യും. അലീന പറയുന്നുണ്ട്, അത് ശരിയാണച്ചാ. പക്ഷേ ഞാൻ ഒരു തെറ്റ് ചെയ്തു. അന്ന് എനിക്ക് നേരെ ആക്രമണമുണ്ടായപ്പോൾ ഒന്നുകിൽ ഞാൻ പരാതി കൊടുക്കണമായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ അതൊന്ന് മറച്ചു വെച്ചു. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് മോളെ, നീ പറഞ്ഞത് ശരിയാണ്. നീ വന്നപ്പോൾ തന്നെ വൈജയന്തിന്റെ മോളാന്ന് വിളിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അച്ഛാ. പക്ഷേ അമ്മയുടെ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. അച്ഛനും എന്നോടിപ്പോൾ പറയണ്ടെന്ന് പറഞ്ഞല്ലോ, പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നും തോന്നി. അമ്മയുടെ സ്വഭാവം ഞാൻ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തകർന്നു പോവും. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എന്ത് തകരാനാണ് വൈജയന്തിക്ക്? ഇപ്പോഴാണെങ്കിലും അവളുടെ അഹങ്കാരത്തിനൊരു കുറവുമില്ല. എല്ലാത്തിനും കാരണം നീയാണെന്ന് അവൾ ഇപ്പോഴും പറയുന്നത്. അലീന പറയുന്നുണ്ട്, എന്തിനാ അച്ഛാ ഈ അഹങ്കാരമൊക്കെ? നമ്മുടെ ശ്വാസം ഒന്ന് നിലച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ചീഞ്ഞളിയുന്ന ശരീരമല്ലേ നമുക്കുള്ളത്? അത് വെച്ചല്ലേ നമ്മളെല്ലാവരും ഈ നടക്കുന്നത്. ഇതിൽ അഹങ്കരിക്കാനൊക്കെ എന്തിരിക്കുന്നു? അഹങ്കാരം കാണിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഒടുവിൽ ഇത് തന്നെയായിരിക്കും. ഇത്രയൊക്കെയുള്ളൂ മനുഷ്യന്റെ കാര്യം. അലീന അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. ബാലചന്ദ്രൻ ആലോചിച്ചു, അവൾ പറയുന്ന ഓരോ വാക്കും ശരിയാണ്.
വൈജയന്തി എങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയാലും അതൊക്കെ സംഭവിച്ചു പോയാൽ തീരാവുന്നതേയുള്ളൂ എല്ലാം. ഇനി വൈജയന്തി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണെങ്കിൽ തന്നെ അലീന വേണം അവളെ നോക്കാൻ. പക്ഷേ അവൾ വരാനൊന്നും കൂട്ടാക്കുന്നില്ല. എന്നാൽ ഇവിടെ കിട്ടുന്ന സുഖസൗകര്യങ്ങളൊന്നും വേറെ ഒരിടത്തും കിട്ടില്ല എന്നും ബാലചന്ദ്രൻ അറിയാം. പിന്നീട് അലീന അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കൃഷ്ണമോള് വന്ന് ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചി, അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ നല്ല വിഷമമുണ്ടല്ലേ? അലീന പറയുന്നത്, അതേ മോളെ, അച്ഛന് നല്ല വിഷമമില്ലാതിരിക്കോ? മക്കളെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയില്ലേ? ആ സമയത്താണ് കൃഷ്ണമോളുടെ ഫോണിലേക്ക് വൈജയന്തി വിളിക്കുന്നത്. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയെ വിളിച്ചത് എന്ന്. നിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നില്ലേ എന്ന് വൈജയന്തി ചോദിച്ചപ്പോൾ ആ വന്നു എന്ന് കൃഷ്ണമോള് മറുപടി കൊടുത്തു. അങ്ങേരെ ഇവിടെ നിന്നും ഒരു വാക്ക് പോലും പറയാതെയാണ് പോയത് എന്ന് വൈജയന്തി ദേഷ്യപ്പെട്ട് പറയാണ്. അതിന് അമ്മയോട് എന്തിനാ പറയുന്നത്? അമ്മക്കച്ഛനെ കാണുന്നത് പോലും ഇഷ്ടമില്ലല്ലോ എന്ന് കൃഷ്ണമോള് തിരിച്ചു ചോദിക്കാണ്. ഒരു കണക്കിന് വരാത്തത് തന്നെയാ നല്ലത്. അങ്ങേർക്ക് പിന്നെ അവിടെയാണല്ലോ താല്പര്യം. അവൾ അവിടെ ഉണ്ടല്ലോ എന്ന് വൈജയന്തി അലീനയെ ഉദ്ദേശിച്ചുകൊണ്ട് പറയാണ്. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മയുടെ മനസ്സിൽ നിന്നും ആ ഒരു ദേഷ്യം ഇതുവരെ മാറിയില്ലേ? അലീന ചേച്ചിയോടുള്ള ഈ ഒരു വെറുപ്പ് എന്ന് മാറുന്നോ അന്നേ അമ്മക്കിനി നല്ല കാലം ഉണ്ടാവുകയുള്ളൂ എന്ന് കൃഷ്ണമോളും പറയും. അങ്ങനെ ഒരു നല്ല കാലം എനിക്ക് വരണ്ട. അവളെ ഞാൻ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞു. അവൾ ആ വീട് വിട്ടു പോകുന്ന ദിവസം, അല്ലെങ്കിൽ അവൾ മരിച്ചു എന്ന് കേട്ടാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് വൈജയന്തി ശപിച്ചുകൊണ്ട് പറഞ്ഞു. കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മേ, ഒരു കാര്യം ഞാൻ പറയാം. ഒടുവിൽ അമ്മ തന്നെ സങ്കടപ്പെടേണ്ടി വരും. ഇതൊക്കെ ഓർത്ത് അമ്മ ഒരു ദിവസം കരയും. നീ ബാലചന്ദ്രനും ആ അലീനയും പറയുന്നത് കേട്ടിട്ട് അവിടെ തന്നെ നിന്നോ? ഇപ്പൊ കണ്ടില്ലേ രോഹിതിന് പറ്റിയത് എന്ന് വൈജയന്തി പറയും. അന്നേരം കൃഷ്ണമോള് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അത് അമ്മയുടെ വളർത്തുദോഷം കൊണ്ടല്ലേ എന്ന്. അച്ഛൻ രോഹിതേട്ടനെ വഴക്ക് പറയുമ്പോൾ അമ്മയല്ലേ ഇടക്ക് കയറിയിട്ട് മകൻ നല്ലവനാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ അമ്മക്കെന്താ ഒന്നും മിണ്ടാത്തത്? ഇപ്പം എന്താ അമ്മക്കൊന്നും പറയാനില്ലേ? രോഹിതേട്ടൻ കാരണം എനിക്കും ബബിതേച്ചിക്കും കോളേജിലും സ്കൂളിലേക്കും പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവർക്കും നാണക്കേടാണ്. അമ്മക്ക് ഹോസ്പിറ്റലിൽ സുഖമായിട്ടങ്ങ് കിടന്നാൽ മതിയല്ലോ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അമ്മ അറിയുന്നില്ലല്ലോ. ഇത്രയൊക്കെ ആയിട്ടും അമ്മ ഒന്നും പഠിച്ചില്ലല്ലോ എന്നിങ്ങനെ കൃഷ്ണമോള് ദേഷ്യപ്പെട്ട് പറയാണ്. അലീന ചേച്ചിയോടുള്ള ദേഷ്യം അമ്മ മാറ്റിവെച്ചില്ല എങ്കിൽ അമ്മക്ക് തന്നെയായിരിക്കും നഷ്ടം. അവസാനം അമ്മ തനിച്ചാവുമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ കൃഷ്ണമോള് ദേഷ്യപ്പെട്ട് ഫോണങ്ങ് കട്ട് ചെയ്തു. വൈജയന്തിക്കാണെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്നില്ല. തന്നെ ഭരിക്കാൻ ഇവൾ ആരാണ് എന്ന ചിന്തയായിരുന്നു വൈജയന്തിക്ക്. കുറച്ചു കഴിഞ്ഞപ്പോൾ അലീന ബാലചന്ദ്രന് ചായയുമായി വന്നു. അച്ഛ, ചായ കുടിക്കുകയെന്ന് പറയും. ബാലചന്ദ്രൻ എന്തൊക്കെയോ ചിന്തയിലായിരുന്നു. അച്ഛൻ വിഷമിക്കേണ്ട, 30 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞാൽ നമുക്ക് അവനെ പുറത്തിറക്കാൻ നോക്കാമെന്ന് അലീന പറയുന്നുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണമെന്ന് ബാലചന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു. അലീന പറയുന്നുണ്ട്, അത് ശരിയാണ് അച്ഛാ, പക്ഷേ രോഹിത് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. ഒരു പക്ഷേ ഹരിശങ്കർ അവനെ കുടുക്കിയതാണെങ്കിലോ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് വല്ലാത്ത കുറ്റബോധം കണ്ടു. അവൻ കരയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് രോഹിത് അറിഞ്ഞുകൊണ്ട് ഈ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് നിന്റെ സഹോദരനായതുകൊണ്ട് മാത്രം നിനക്ക് തോന്നുന്നതായിരിക്കും അലീനെ. അലീന പറയുന്നുണ്ട്, അല്ല അച്ഛാ, നമുക്ക് അവന് ജയിലിൽ പോയിട്ടൊന്ന് കാണണം. അവനോടൊന്ന് സംസാരിച്ചിട്ട് നോക്കണം. എന്തായാലും സത്യം പുറത്തു വരുമെന്ന് ഉറപ്പ് കൊടുത്തു. അലീനയുടെ ആ ഉറച്ച വാക്കുകൾ ബാലചന്ദ്രന്റെ മനസ്സിൽ ഒരു ചെറിയ പ്രതീക്ഷയുടെ തിരിതാളം തെളിയിച്ചു. എന്നാൽ വൈജയന്തിയുടെ വാശിക്കും രോഹിത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥക്കും ആ കുടുംബം കൂടുതൽ ഇരുട്ടിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണെന്നു. പിറ്റേന്ന് രാവിലെ അലീന ആരും കാണാതെ ജയിലിൽ രോഹിത്തിനെ കാണാൻ പുറപ്പെട്ടു. ഇരുമ്പഴിക്കുള്ളിൽ നോക്കി നിൽക്കുമ്പോൾ കണ്ടത് പഴയ ആ ഒരു തന്റേടിയായ രോഹിത്തിനെയല്ല, മറിച്ച് തകർന്നു പോയ ഒരു യുവാവിനെയായിരുന്നു. അലീനയെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അലീന മെല്ലെ ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ചെയ്തത്? അച്ഛൻ്റെയും എൻ്റെയും മുഖത്തു നോക്കാൻ നിനക്ക് പേടിയില്ലേ? തേങ്ങിക്കൊണ്ട് തന്നെ രോഹിത് ആ ഒരു സത്യം വിളിച്ചു പറഞ്ഞു. ഹരിശങ്കർ അവനെ ചതിച്ചതായിരുന്നു. ഒരു ബിസിനസ് ഇടപാടാണെന്ന് വിശ്വസിച്ച് രോഹിത്തിനെ കൊണ്ട് ചില രേഖകളൊക്കെ ഒപ്പിടിപ്പിച്ചുവെന്നും അന്ന് ശരണ്യമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല, അന്ന് നിർബന്ധിച്ചു കൊടുത്തിനെ ഹരി തന്നെ കൂട്ടുകാർക്കൊപ്പം കൂട്ടിക്കൊണ്ടുപോയതാണെന്നും അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ശരണ്യയുടെ മേൽ താൻ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല എന്ന കാര്യങ്ങളെല്ലാം തന്നെ രോഹിത് അലീനയോട് ഏറ്റു പറഞ്ഞു. എനിക്ക് അച്ഛനെ കാണണം ചേച്ചി, എന്നോട് ക്ഷമിക്കില്ല എന്നറിയാം, എങ്കിലും എനിക്ക് അച്ഛനോട് സത്യം പറയണമെന്ന് അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. തിരികെ വീട്ടിലേക്കെത്തിയ അലീന കണ്ടത് വൈജയന്തി ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്നതാണ്. വന്ന പാടെ തന്നെ വൈജയന്തി അലീനയ്ക്ക് നേരെങ്ങ് തട്ടിക്കയറി. നീ എന്തിനാടി എൻ്റെ മോനെ കാണാൻ പോയത്? അവനെ ഇനി കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ നിന്റെ പ്ലാന്? എന്നാൽ ഇത്തവണ അലീന വിട്ടുകൊടുത്തില്ല. അവൾ ശാന്തതയോടെ തന്നെ പറഞ്ഞു, മാഡത്തിൻ്റെ മോൻ ചെയ്തത് തെറ്റാണെങ്കിലും അവൻ ചതിക്കപ്പെട്ടവനാണ്, അത് തെളിയിക്കാൻ എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഓർമ്മിച്ചോ, ഈ വീടിൻ്റെ സമാധാനം കളയുന്നത് ഞാനല്ല, അത് മാഡത്തിൻ്റെ അന്ധമായ സ്നേഹം തന്നെയാണ്. ബാലചന്ദ്രൻ ഇതെല്ലാം കേട്ടിട്ട് ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അലീന തൻ്റെ പഴയ സുഹൃത്തായ ഒരു പോലീസ് ഓഫീസറുടെ സഹായത്തോടു കൂടി തന്നെ ഹരിശങ്കറിന്റെ താവളങ്ങളൊക്കെ കണ്ടെത്താൻ ശ്രമിച്ചു. കൃഷ്ണമോളും അലീനക്ക് കൂട്ടുനിന്നു. ബബിതയാവട്ടെ തൻ്റെ കാമുകനോടൊപ്പം ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഒരു രാത്രിയിൽ ബബിത വീട് വിട്ടിറങ്ങാൻ ശ്രമിക്കുമ്പോൾ അലീന അവളെ കൈയോടെ പിടികൂടി. നീയും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അത് താങ്ങാൻ പറ്റില്ല ബബിതേ.
അലീന അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കിവിടെ ജീവിക്കേണ്ട, അമ്മയുടെ സ്വഭാവം കാരണം എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നതായിരുന്നു ബബിതയുടെ മറുപടി. ഒടുവിൽ അലീന ശേഖരിച്ച തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി. ഹരിശങ്കറാണ് ശരിക്കും യഥാർത്ഥ പ്രതിയെന്ന് തെളിഞ്ഞതോടുകൂടി തന്നെ രോഹിത്തിന് ജാമ്യം ലഭിച്ചു. രോഹിത് യാതൊരുവിധ തെറ്റും ചെയ്തില്ല എന്നും തന്നെ തൊട്ടിട്ട് പോലുമില്ല എന്നും ശരണ്യയുടെ മൊഴിയുള്ളത് കൊണ്ടായിരിക്കട്ടെ രോഹിത് രക്ഷപ്പെടുന്നത്. അവൻ ആ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വൈജയന്തി ഓടിച്ചെന്ന് അവനെങ്ങ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നാൽ രോഹിത് ആദ്യം പോയത് അലീനയുടെ അടുത്തേക്കായിരുന്നു. അവൻ അവളുടെ കാല് തൊട്ട് വന്ദിച്ചു. അത് കണ്ടപ്പോൾ വൈജയന്തിയുടെ അഹങ്കാരം ഒരു നിമിഷം അങ്ങ് അലിഞ്ഞില്ലാതായി. തൻ്റെ മകളെ തിരിച്ചറിയാൻ വൈകിയതിൽ ബാലചന്ദ്രൻ അലീനയോട് മാപ്പ് ചോദിച്ചു. വൈജയന്തിക്ക് അപ്പോഴും പൂർണ്ണമായി മാറാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിലും തൻ്റെ കുടുംബത്തെ തകരാതെ കാത്തത് അലീനയാണെന്ന് ആ മനസ്സ് പതുക്കെ സമ്മതിച്ചു തുടങ്ങി. ഇരുണ്ട മേഘങ്ങൾ ഒഴിഞ്ഞുമാറി ആ വീട്ടിൽ വീണ്ടും സ്നേഹത്തിൻ്റെ മഴവില്ല് വിരിയുന്ന കാഴ്ചയോടുകൂടെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.